Hoi hoi. Hoi. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഒരു അടിപൊളി അഡ്വഞ്ചറസ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വലിയ അഡ്വഞ്ചറസ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ എനിക്കൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ഒരു 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 വ്ലോഗാണിത്. ഓക്കെ, അപ്പം എന്താണെന്ന് നമുക്ക് വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പം ഏർലി മോർണിംഗ് 5:30 ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ സാധാരണ നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ കേരളത്തിന് പുറത്താണ് ട്രൈ ചെയ്യാറുള്ളത് അല്ലേ. ഇപ്പോൾ പാരാഗ്ലൈഡിങ് ആവട്ടെ, അല്ലെങ്കിൽ വാട്ടർ ലിഫ്റ്റിംഗ് ആവട്ടെ, ഇതൊക്കെ നമ്മൾ ഗോവ, കൂർഗ്, കർണാടക അവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഉണ്ടെന്ന് വളരെ ചുരുക്കം പേർക്കേ അറിയുള്ളൂ. എല്ലാവരും മറ്റുള്ള സ്റ്റേറ്റ്സിനെ ആയിരിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ കേരളത്തിലും അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കേരളത്തിലുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പറയാൻ വന്നത്. കേരളത്തിൽ എൻ്റെ വീടിൻ്റെ തൊട്ടരികത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയാൻ വളരെ വൈകിപ്പോയി. സോ ഞാനിന്ന് പോകുന്നത് വേറൊന്നിനുമല്ല, ഒരു കയാക്കിങ്ങിനാണ്. ആക്ച്വലി ഞാൻ ഇതുവരെ പോയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോകണമെന്ന്. വെള്ളം എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞത് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ജേണിയാണ്. എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. സോ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് 6 to 8 വരെ എന്തോ ആണ്. സോ എന്നാൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പ്രൈസ് എന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അവരുടെ FB പേജ് ആകട്ടെ, അവരുടെ ഇൻസ്റ്റഗ്രാം കോൺടാക്റ്റ് ആവട്ടെ, എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻഡ് ഇത് നിങ്ങൾ കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. കൊല്ലം പരവൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. സൗത്ത് പരവൂരാണ് കേട്ടോ, നമ്മുടെ എറണാകുളം പരവൂരല്ല, കൊല്ലത്തെ പരവൂരാണ്. അവിടെ MLA ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, നെടുങ്ങോലം. അവിടെയാണ് ഈ സംഭവം ഉള്ളത്. അപ്പം ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇപ്പം ഏകദേശം 5:30 കഴിഞ്ഞു. ഞങ്ങൾക്ക് അവിടെ എത്തേണ്ട സമയമായി. ഇനി വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 5 minutes പോലും ഇല്ല. ഞങ്ങൾ പോവുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ കട്ടൻ ചായ കുടിച്ചിട്ട് പോകാതെ, കാരണം അവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾ അഡ്വഞ്ചറസ് ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ളതാണ്. പക്ഷേ വെള്ളം പേടിയുള്ളവർക്കൊക്കെ ഇതൊരു അഡ്വഞ്ചറസ് ട്രിപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പോകുക. ഇവിടുത്തെ അടിപൊളിയാണോ എന്നൊക്കെ ഞാൻ പറയാം. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ആണ്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഒരു 2 weeks ബിഫോർ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അപ്പോൾ തൊട്ട് തുടങ്ങി എനിക്ക് പോകണം എന്ന്. ഇത്ര അടുത്തുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തതേ ഇല്ല കേട്ടോ. അപ്പം എന്നെ പോലെ ഇത്ര അടുത്തുണ്ടെന്ന് അറിയാത്ത കുറേ പേര് കാണും. സോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ എൻഡ് വരെ കാണുക. ഓക്കെ, ഹലോ. സോ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. MLA ജംഗ്ഷനിൽ നിങ്ങൾക്ക് കാണുന്നില്ല, ആ കാണുന്നതാണ് അവരുടെ ഓഫീസ്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. സോ അപ്പോൾ ഞങ്ങളെ കണ്ടിട്ടൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ മെയിൽ ID ഒക്കെ കൊടുത്തേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഏകദേശം 6 o'clock, ഇപ്പോൾ 5:45 എന്തോ ആയി. നമുക്ക് പതുക്കെ ആയിട്ടോ ഞങ്ങൾ വന്നേ. ഏർലി മോർണിംഗ് വേണ്ട, എല്ലാവരും നടക്കാനൊക്കെ പോവുകയാണ്. സോ വളരെ പയ്യാണ് വന്നത്. എല്ലാവരും വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോട് കൂടി ഓടിക്കുക, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഓക്കെ, സോ ഐ എം ഈഗർലി വെയിറ്റിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ തുഴയാനൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞേക്കാണ് തുഴയണമെന്നൊക്കെ. ഇവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുവാന്ന് തോന്നുന്നു. പിന്നെന്താണ്, സത്യം പറഞ്ഞാൽ ചെറിയ പേടിയുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം, എൻ്റെയും ആസ് വെൽ ആസ് മൈ ഹസ്ബൻഡിൻ്റെയും. പിന്നെന്താണ്, നല്ല പോസ്റ്റ് കുറച്ച് നേരം ആയിട്ട് പോയിട്ട് അകത്ത്. സോ എനിവേയ്സ് നമ്മൾ ഇവിടെ നമ്മൾ കയറാൻ പോകുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നു കേട്ടോ. ഞാനെന്തോ എനിക്ക്
ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾ വരുമ്പോൾ സാനിറ്റൈസേഴ്സൊക്കെ മസ്റ്റായിട്ടും കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾക്ക് ഫീവർ അല്ലെങ്കിൽ കഫ് അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരാതിരിക്കുക. ആൻഡ് പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ, അത് പറയാനാണ് വന്നത്. ഓക്കെ, അപ്പം ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺസെൻറ്റ് ഫോമൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. പേയ്മെൻ്റ് ഒക്കെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ആ പുള്ളിക്കാരൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണ്. കാറ് പോകും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കണേ, നമുക്കറിയത്തില്ല. നമ്മളെന്തായാലും പുള്ളിക്കാരനെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഇവിടെ എന്തോ ഹമ്പുണ്ടേ, സൂക്ഷിക്കണേ. സോ നമ്മളിവിടെ എത്തിയിട്ടോ. നമുക്കൊരു 1 മിനിറ്റ് വാക്ക് ഉണ്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട്. കാറൊക്കെ പാർക്ക് ചെയ്യാൻ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാറ് വരുന്ന വഴി തന്നെ ആയിരുന്നു. ഇത് കണ്ടോ, ഇത് നമുക്ക് അവർ ഇൻസ്ട്രക്ഷൻസ് തരുവാണ്. നമ്മുടെ കയാക്കിൻ്റെ പാഡിൽ എങ്ങനെ പിടിക്കണം, എങ്ങനെ തുഴയണം എന്നൊക്കെ ഉള്ളത്. നമ്മളെന്തോ കൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊക്കെ ഇത് പിടിക്കണം. അത് നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അവർ. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് അവരടുത്ത് ചോദിച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹലോ, സോ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് അവർ ജേർണി. എങ്ങനെയുണ്ട് ഉണ്ണി? നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നേ? സൂപ്പറാണ് കേട്ടോ. സൺറൈസ് ഒക്കെ കഴിഞ്ഞാണോ? ഓക്കെ, വാ കിട്ടും. ഞാൻ നിങ്ങളെ വ്യൂ കാണിക്കാട്ടെ. എൻ്റെ മുഖം കണ്ടുകൊണ്ടിരുന്നിട്ടൊരു കാര്യം. ഈ കാണുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ഇത്തിക്കര ആറാണ് കേട്ടോ. ഞങ്ങൾ 6 മണിക്ക് വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു, നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ഒരു 1 മിനിറ്റ് വാക്ക് പോലും തികച്ചില്ല കേട്ടോ. നമുക്ക് ഏർലി മോർണിംഗ് വാക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. അടിപൊളി രസമാണ് കേട്ടോ. നമ്മളെ ആദ്യം അവർ ഈ കയാക്കിൽ കയറ്റി വിടും, എന്നിട്ട് അവർ പുറകെ വരും. അവർ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും 2 പേര് ഉണ്ട്. അവർ ബ്രദേഴ്സാണ്, സാഗറും ശരത്തും. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ അവർ. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇവൻ എവിടെയെങ്കിലും സ്റ്റക്കായി പോയാൽ അവർ തിരിച്ച് തുഴഞ്ഞ് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് നമ്മളിപ്പം ബിഗിനേഴ്സ് ആണല്ലോ, ഈ ഒരു തുഴയൊന്നും നമുക്ക് അറിയത്തില്ല. അതും കയാക്കിലൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണ്. സോ നമുക്കറിയത്തില്ല ഇതെങ്ങനെയാണ് സംഭവം തുഴയാനൊക്കെ. അപ്പം അതിൻ്റെ നാക്കും ടെക്നിക്സും ഒക്കെ ഇവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അടിപൊളി രസമായിരുന്നു കേട്ടോ, അടിപൊളി രസം. തുഴയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയത് ഈ വാട്ടർ ഫ്ലോ ആണ് കേട്ടോ. രാവിലെ നമ്മുടെ അതേ ഡയറക്ഷനിലായിരുന്നു ഈ വാട്ടർ ഫ്ലോ, അതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായില്ല. ഈ കാണുന്നത് ഒരു കണ്ടൽ ചെടിയാണ് കേട്ടോ, മാംഗ്രോവ് പ്ലാന്റ് ആണിത്. ഇതുപോലത്തെ 3 വെറൈറ്റീസ് ഈ ഒരു കായലിൽ തന്നെ ഉണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. സത്യം പറഞ്ഞാൽ ഈ കണ്ടൽ ചെടിയൊക്കെ ഞാൻ സിനിമയിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണിത് ഞാൻ നേരിട്ട് കാണുന്നത്. ഈ കാണുന്നത് ഒരു വേറെ പ്ലാന്റ് ആണ്, അതിൻ്റെ ഇടയ്ക്ക് മുള്ളുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ മാറി വന്നു. ഈ കാണുന്നതാണ് 2ാമത്തെ ടൈപ്പ് കണ്ടൽ ചെടി എന്ന് പറയുന്നത്. കണ്ടൽ ചെടിയൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ സുനാമിയിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കണ്ടൽ ചെടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രൂട്ടായിട്ട് വളരുന്നത് ഇതിൻ്റെ സീഡ് തന്നെയാണ് കേട്ടോ. ആ സീഡ് വെള്ളത്തിൽ വീണിട്ട് അത് പൊട്ടിയാണ് അടുത്ത കണ്ടൽ ചെടി ഉണ്ടാവുന്നത്. ഈ കണ്ടൽ ചെടി ഉപ്പുവെള്ളത്തിൽ മാത്രമേ, അത് കണ്ടലിൻ്റെ സീഡ് ഉപ്പുവെള്ളത്തിൽ മാത്രമേ മുളയ്ക്കാറുള്ളൂ. കായലിലെ വെള്ളം ഉപ്പുവെള്ളമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കണ്ടൽ ചെടികൾ വളരുന്നത്. പിന്നെ ഇവിടെ അപകടകരമായതെന്ന് പറയാനുള്ളത് ഒരു ഇങ്ങനത്തെ കുറ്റികളാണ്. കണ്ടോ ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന കുറ്റികൾ. മണലെടുപ്പ് കാരണമായിരുന്നു ഇങ്ങനത്തെ കുറ്റികളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഇല്ല, മുമ്പ് ഇവിടെ മണലെടുക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് കാരണമാണ് ഈ കുറ്റികളൊക്കെ വരുന്നത്. ഈ വലിയ കുറ്റികളൊക്കെ സീനില്ല, പക്ഷെ ചെറിയ കുറ്റികളുണ്ട് വെള്ളത്തിനൊപ്പം നിൽക്കുന്നത്, നമുക്ക് കാണാൻ പറ്റില്ല. ഇവരെന്താ ചെയ്യണേന്ന് വെച്ചാൽ ഇവർ ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള റൂട്ട് ഇവർ ഫുൾ അനിയനും ചേട്ടനും പോയി നോക്കിയിട്ടുണ്ട്.
സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് മാത്രമാണ് നമ്മൾ ഈ റൂട്ടിലൂടെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അറിയാം എവിടെയൊക്കെയാണ് കുറ്റിയുള്ളത്, എവിടെയൊക്കെ കുറ്റിയില്ലാന്ന് ഇവർക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, 100% സേഫ്റ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് നല്ല ബേർഡ്സ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. ദേശാടന പക്ഷികളുണ്ട്, അല്ലാത്ത പക്ഷികളുണ്ട്. നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ അന്യം നിന്ന് പോയ കുറേ പക്ഷികളെ നമുക്കിവിടെ കാണാൻ കഴിയും സത്യം പറഞ്ഞാൽ. ഇവിടെ കണ്ടോ, ആ മണ്ണിനിടയ്ക്ക് കുറേ ഹോൾസ് ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് പാമ്പുകളും അതും ഇതൊക്കെ ഉണ്ട്. അത് ഇവർക്ക് അറിയാം അതിനകത്ത് പാമ്പുണ്ട്. അവർ നമുക്ക് പറഞ്ഞു തരും, ഇടയ്ക്ക് വരുമ്പോൾ കാണാൻ പറ്റും എന്നൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ ആ കാണുന്ന പ്രോപ്പർട്ടീസൊക്കെ ഓരോരുത്തർ പ്രൈവറ്റായിട്ട് ഓൺ ചെയ്തിട്ടുള്ളതാണ്. അവിടെ അവർക്ക് കൊഞ്ച് കൃഷിയുണ്ട്, അതുപോലെ പല ഫിഷിൻ്റെ കരിമീൻ കൃഷിയുണ്ട്. അതൊക്കെ അവർ നടത്തുന്നുണ്ട് ഇതുപോലെ ഓരോരോ ചെറിയ പ്രോപ്പർട്ടീസിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണ് ഈ മാംഗ്രൂവ് വില്ലേജ് എന്ന് പറയുന്നത്. ഇത് നടത്തുന്നത് ഇവർ അനിയനും ചേട്ടനുമാണ്. ഈ പുള്ളി സാഗർ, ഞാനിപ്പോൾ സംസാരിച്ചത്, പുള്ളിക്കാരനൊരു സെക്യൂരിറ്റി വിങ് അല്ല IT തന്നെ ഹാക്കറായിട്ട് എന്തോ ആണ് വർക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂരാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോമാണ്. അതിൻ്റെ ഒപ്പം ഈ ഒരു ബിസിനസ്സും കൂടെ കൊണ്ടുപോവുകയാണ്. നല്ലൊരു ഐഡിയ ആണ് ഇവർ സത്യം പറഞ്ഞാൽ. നമ്മുടെ ഈ ഒരു പ്രകൃതി ഇതുപോലെ തന്നെ നിലനിൽക്കും ഇങ്ങനത്തെ ഒരു ഐഡിയാസൊക്കെ കൊണ്ടുവന്നാൽ. കുറേ പേര് ചോദിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഇവിടെ വൈകിട്ടാണോ രാവിലെ ആണോ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്നുള്ളതാണ്. രണ്ടും രണ്ട് വൈബാണ് കേട്ടോ. സൺറൈസിൻ്റെ വൈബ് വേറൊന്നാണ്, സൺസെറ്റിൻ്റെ വൈബ് വേറൊന്നാണ്. പിന്നൊരു കാര്യം, വൈകുന്നേരം ആണെങ്കിൽ പക്ഷികളൊക്കെ കൂട്ടിലേക്ക് ചേക്കേറുന്ന ടൈമാണ്. സോ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേയേറെ പക്ഷികളെ നമുക്ക് ആ സമയത്ത് കാണാൻ കഴിയും. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. സ്കൈ ഫുൾ ഓഫ് ബേർഡ്സ് എന്നൊരു സമയമായിരിക്കും അപ്പോൾ വൈകുന്നേരം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കും പല പല ഏരിയാസിൽ പല പല ബേർഡ്സ് ചേക്കേറിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അത് പുള്ളിക്കാരൻ പറഞ്ഞു തന്നു. ഒരു സ്ഥലത്ത് ഫുൾ കാക്കകളായിരുന്നു, ഒരു സ്ഥലത്ത് ഫുൾ തത്തകളായിരുന്നു, വേറെ സ്ഥലത്ത് ഫുൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ബേർഡ്സ് ആയിരുന്നു. അങ്ങനെ പല പല ബേർഡ്സും നമുക്ക് കാണാൻ പറ്റും. ഒരു സൈഡ് ഫുൾ പ്രാവുകളായിരുന്നു, പരുന്തുകളുണ്ട്, നമുക്ക് കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. വേറെ സിനിമ ഉണ്ടോ കണ്ടിട്ടുണ്ടോ? ഒരു മുതലയുടെ കണ്ടൽക്കാടിനിടയ്ക്ക് ആ ബോട്ടിൽ വന്ന എല്ലാവരും അവസാനം കണ്ടൽക്കാടിന്റെ മുകളിൽ കയറി നിൽക്കാൻ തുടങ്ങും. അതോ ഇതോ? ലീഫ് വേണം പറയാ വേറെ.
വിശ്വാസികൾ വരാറുണ്ട് കേട്ടോ അവിടെ. ആഴമില്ലാത്ത ഭാഗം വരുമ്പോൾ അവർ പറയൂ കേട്ടോ, അവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാതിരിക്കാം, നമ്മുടെ ഇഷ്ടമാണ്, നനയണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാണ്ടിരിക്കാം. ഞങ്ങൾ എന്തായാലും ഇറങ്ങി കേട്ടോ. ഇത്രയും ദൂരം വന്നിട്ട് ഇറങ്ങാതിരുന്നാൽ അതൊരു നഷ്ടമായി പോകത്തില്ലേ. അതും ഇത്ര അടിപൊളി പച്ച വെള്ളം കാണുമ്പോൾ, എനിക്ക് ഈ പച്ച കളറിലെ വെള്ളം ഞാൻ വളരെ ചുരുക്കിയേ കണ്ടിട്ടുള്ളൂ. അവിടെയൊക്കെ ഇറങ്ങണമെന്നെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇന്നതെന്താ ഞാൻ സാധിച്ചു. ഇവിടെ കണ്ട ഒരു പട്ടിയെ, ഇവിടെ ആക്ച്വലി ആ പ്രോപ്പർട്ടിയിൽ 2 പട്ടികളാണുള്ളത്. അവിടെ കൊഞ്ച് ഫാമാണ് കേട്ടോ ആ പ്രോപ്പർട്ടിയിൽ. അപ്പം അതിന് കാവലായിട്ട് നിർത്തിയേക്കുവാണ് 2 പട്ടികളെ. അതിൻ്റെ ഓണർ തന്നെ നിർത്തിയേക്കുവാണ് ആ പ്രോപ്പർട്ടിയുടെ. ഈ പട്ടികൾക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാൻ എൻ്റെ ഓണർ തന്നെ വരാറുണ്ട്. വെള്ളത്തിൽ വന്ന് ഫുഡ് കൊടുത്തിട്ട് പോകുന്നു ഇവരെന്നോട് പറഞ്ഞു. നമ്മൾ വന്നത് പറഞ്ഞാൽ പട്ടി നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുരയിലായിരുന്നു, പേടിച്ചിട്ടുള്ള കുരയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ. ഞാൻ തന്നെ ഹസ്ബൻഡിനെ കളിയാക്കുമായിരുന്നു. പുള്ളി കുറച്ച് തുഴഞ്ഞിട്ട് കറങ്ങി നിൽക്കുമായിരുന്നു അവിടെ. നമ്മളൊന്ന് കുറച്ച് തുഴയുമ്പോൾ നമുക്ക് നല്ല പ്രാക്ടീസ് ആവും. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ വരും. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് നന്നായിട്ട് തുഴയാൻ പറ്റും. അപ്പം നന്നായിട്ട് നമ്മൾ സ്പീഡ് കൂട്ടി തുഴയും. കുറച്ച് കഴിയുമ്പോൾ സ്പീഡ് കൂടി കഴിയുമ്പോൾ അതേ കിടക്കുമ്പോൾ വീണ്ടും പഴയതുപോലെ. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ വെള്ള കളറിൽ എന്താ സ്റ്റാൻഡ് പോലെ പില്ലേഴ്സ്. ഓ 3 എണ്ണം കൂട്ടി ഇടിച്ചു. നമ്മള് കരയിലെത്തുമ്പോ വല്ല ഉണങ്ങും ഉണ്ണി പാൻസ് ഒക്കെ. അതെന്താണ്? ഞാൻ ഓർത്തു പാമ്പാണെന്ന്. ഇങ്ങനെ പോന്നോണ്ട് മനസ്സിലായി. ഓ എവിടാണ്? ആണോ? ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ വന്നാൽ പലതരത്തിലുള്ള ബേർഡ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത പല സ്ഥലങ്ങളിൽ നിന്ന് പറന്ന് വരുന്ന ദേശാടന പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. അതിലൊരെണ്ണത്തിനെ ഞങ്ങൾ ഇന്ന് കണ്ടായിരുന്നു. ഇപ്പോൾ കണ്ട അതിനെയാണ്. അതുപോലെ ഈ കണ്ടൽക്കാടിനിടയ്ക്ക് ശരിക്കും പക്ഷികളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പൂവെല്ലാം പിടിക്കുവോ? പൂവുണ്ടാവോ കണ്ടൽ ചെടിയിൽ? ആ സീഡ് മാത്രമേ ഉള്ളൂ അല്ലേ? ആ കണ്ടു. ലോകത്ത് ഒരു പ്ലാന്റേ ഉള്ളൂ. അതിൻ്റെ
സ്റ്റെമ്മിൽ നിന്ന് അതായത് നിൽക്കുമ്പോൾ തന്നെ വേരുണ്ടായിട്ട് ഓ ഓ ഓക്കെ അതിൻ്റെ ഓക്കെ. അത് ആ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ മൂട്ടിലൊരു റൗണ്ട് സാധനമുണ്ട്, ആ ആണ് വേര്. അതിന് വെയിറ്റ് ഉള്ളതാണ്. ഓ ഇതിപ്പോൾ അപ്സൈഡ് ഡൗൺ ആണ് നിൽക്കുന്നത്. ആഹാ നേരെ വെള്ളത്തിൽ വീഴുമ്പോഴത്തേക്ക് ആ ഈ സംഭവത്തിൻ്റെ വെയിറ്റ് ഉള്ള പാർട്ട് മുകളിലാണ് നിൽക്കുന്നത്. ഓ നേരെ വന്ന് വെള്ളത്തിൽ കുത്തും. ഓക്കെ അവിടെ ഓക്കെ. നിന്ന് കിളിച്ചു തുടങ്ങും. ആ അങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങോട്ട് പോയപ്പോൾ വാട്ടർ ഫ്ലോയും നമ്മൾ പോകുന്നതും ഒരേ ഡിറക്ഷനിലായിരുന്നത് കൊണ്ട് നമുക്കധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല തുഴയാൻ. പക്ഷെ തിരിച്ചു വന്നപ്പോൾ വാട്ടർ ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു നമ്മൾ പോകുന്നതിൻ്റെ. നല്ല ബുദ്ധിമുട്ടായിരുന്നു തുഴയാനായിട്ട്. നമ്മൾ കുറച്ച് നേരം തുഴയാതെ നിന്ന് റെസ്റ്റ് എടുക്കാൻ നിന്നാൽ 1 മിനിറ്റിനുള്ളിൽ നമ്മൾ 1 കിലോമീറ്റർ ബാക്കിൽ പോകുമായിരുന്നു. കാറ്റും വാട്ടർ ഫ്ലോ എല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കോമഡി ആയിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് തുഴഞ്ഞ് മുന്നേ എത്തിയതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കൂടെ വന്ന ശരത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ എടുത്ത് തുഴഞ്ഞു വരുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അതാണ് ഒറിജിനൽ വഴിയെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരനെ ഫോളോ ചെയ്ത് വന്നു. ആക്ച്വലി ഞങ്ങളുടെ ഇടത്തിനെക്കാട്ടി 1 കിലോമീറ്റർ എക്സ്ട്രാ എൻ്റെ ഹസ്ബൻഡിന് എടുക്കേണ്ടി വന്നു. അതാണ് ഞങ്ങളിപ്പോൾ ചിരിച്ചത്. ആ കണ്ടു 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 കണ്ടു. വൈകിട്ട് വരണം. കുറേ ബേർഡ്സ് കാണോ. ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് എത്ര ഡിസ്റ്റൻസ് തുഴയണം എന്നൊക്കെ ഇവർ പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞങ്ങൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും തുഴയാൻ റെഡി ആയിരുന്നു. അതുകൊണ്ട് വന്ന വഴി അവർ നമ്മളെ കൊണ്ടുവന്നില്ല. കുറച്ച് ദൂരം ചുറ്റി കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾക്ക് തുഴയാൻ നല്ല ബുദ്ധിമുട്ടാണ്, ക്ഷീണിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന വഴിയെ തന്നെ തിരിച്ചു പോകാം. ഇല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് വഴി ഇവർ തിരിച്ചു കൊണ്ടുപോകും. ഇവൻ ഞങ്ങളിപ്പം റെഡി ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവർ നല്ല ചുറ്റിക്കറങ്ങി നല്ല പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. സാധാരണ ഇവർ വരുന്ന വഴി തിരിച്ചു കൊണ്ടുപോകാറില്ല, കാരണം വെറൈറ്റി വേണമല്ലോ. സോ ഇപ്പം നിങ്ങൾക്ക് തുഴഞ്ഞു മടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകാവുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവരാം കേട്ടോ. ലൈക്ക് അവർക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു കയാക്കിൽ കുറച്ച് നേരം ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് സേഫ്റ്റി ഇഷ്യൂ ഒന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവർ പറഞ്ഞിട്ടുണ്ട് എത്ര കിലോ വെയിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിലും അവരെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ തക്ക കപ്പാസിറ്റി ഉള്ള കയാക്സ് ഇവരുടെ പക്കലുണ്ടെന്ന്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും അവർ എവിടെയും പുറത്തൊന്നും പോകാറുണ്ടാവില്ലായിരിക്കുമല്ലോ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട്. ഇത് പിന്നെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്. ലൈക്ക് ഒരു സമയത്ത് ഒരു ഫാമിലിയെ ഇവർ അറ്റൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത വേണ്ട, നമ്മൾ മാത്രമേ അവിടെ കാണുള്ളൂ. സോ അച്ഛനും അമ്മയൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം, എൻജോയ് ചെയ്യിപ്പിക്കാം. ഇതൊക്കെ നമ്മളെപ്പോഴും എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അവരുടെ മനസ്സൊക്കെ ചിലപ്പോൾ വീട്ടിലിരുന്ന് നല്ല മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ കൊണ്ടുവരാവുന്നതാണ്. അത് ഇവർ അലോ ചെയ്യുന്നതാണ്. 5 വയസ്സിന് താഴെയുള്ള പിള്ളേരാകുമ്പോൾ അവർ കയാക്കിലിരുന്ന് എന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല, കുസൃതി കാരണം. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുള്ള ജാക്കറ്റൊക്കെ ഇവിടെ ഉണ്ട്, ലൈഫ് ജാക്കറ്റൊക്കെ ഇവിടെ ഉണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് അച്ഛൻ, അമ്മ, 5 വയസ്സിന് മുകളിലുള്ള ഒരു കുട്ടി, അവർക്ക് പോകാനായിട്ട് 3 പേർക്ക് ഇരിക്കാവുന്നൊരു, അതായത് ഒരു കുട്ടിക്കും കൂടെ സീറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കയാക്കും ഇവരുടെ പക്കലുണ്ടെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അങ്ങനെ വരണമെങ്കിൽ വരാം. ഓടി ചെന്നോ, ഫസ്റ്റ് എത്തുന്നവർക്ക് നാരങ്ങ വെള്ളം ഉണ്ട്. അയ്യോ പറഞ്ഞപ്പോഴത്തേക്കും തിരിഞ്ഞു. റൈറ്റ് സൈഡ് പിടിച്ചതിൻ്റെ വെയിൽ കുറവായ.
നേരത്തെ പറഞ്ഞ 3 ടണലിൽ 3ാമത്തെ ടണലാണിത്. 2 ടണൽ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, കയറി കഴിഞ്ഞു. ഇത് 3ാമത്തെ ടണലാണ്. ഈ ഒരു 3 ടണലാണ് ഇവിടെ ആകെ ഉള്ളത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഞാൻ മൺട്രോത്തുരുത്ത് പോയിട്ടുണ്ട്, ഇവിടെയും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. അവിടത്തെക്കാട്ടിയും എന്തുകൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളി ഒരു പ്ലേസ് ഇത് തന്നെയാണ്. വീടിന് ഇത്രയും അടുത്ത് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ആൻഡ് ഇത് അധികം എക്സ്പ്ലോർ ആവാത്തത് കൊണ്ടാണ് ഇതിനെപ്പറ്റി ആൾക്കാർക്ക് അറിയാത്തത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഇവിടെ വരിക, എല്ലാവരുടെ അടുത്തും സജസ്റ്റ് ചെയ്യുക ഇവിടെ വരാനായിട്ട്. അപ്പം എല്ലാവരും അറിയട്ടെ ഇങ്ങനെ ഒരു പ്ലേസ് ഇത്ര അടുത്തുണ്ടെന്ന്. നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആണ്. എവിടെ എത്തുമെന്ന് എനിക്കൊന്നും അറിയാമല്ലോ. എനിക്കുണ്ടല്ലോ വീഡിയോ എടുക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ തുഴഞ്ഞില്ല. അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി, ഇങ്ങോട്ട് വന്നപ്പോൾ സാഗർ എന്ന് പറഞ്ഞ ആ ബ്രദറാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. ഈ കാണുന്ന പ്രോപ്പർട്ടി ഉണ്ടോ, ഇതും ഒരു പേഴ്സണൽ ഒരാൾ പ്രൈവറ്റായിട്ട് ഓൺ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇവിടെ പശു ഫാം ഉണ്ട്, അതായത് ഒരു 15ഓളം പശുക്കളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കൊഞ്ചു ഫാം ഉണ്ട്, അതുപോലെ കരിമീൻ ഫാം ഉണ്ട്, എല്ലാത്തിനെയും കൃഷിയുണ്ട്. ഇവിടെ മുന്നേ എന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ ചേട്ടൻ ഈ കൊഞ്ചിനെയും കരിമീനെയും ഒക്കെ ലൈവായിട്ട് ഇവിടെ വരുന്നവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ലൈവായിട്ട് പിടിച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ എന്നാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഫേമസ് ആയിട്ടുള്ള അമ്പലമാണല്ലേ. അത് കണ്ടോ ഒരു വള്ളം വരുന്നത്, അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ. അവിടെ ഒരു അപ്പൂപ്പൻ കാവാണ് ഉള്ളത്. നല്ല ശക്തിയുള്ള അമ്പലമാണ്. ആൾക്കാരവിടെ പോയി വരാറുണ്ട്. ഇങ്ങനെ കടവ് വഴിയാണ് പോയി വരുന്നത്. വള്ളത്തിൽ ആൾക്കാരെ കൊണ്ടുവിടും, അവിടെ നിന്ന് തിരിച്ചു വരും. കൊല്ലം കാട്ടിൽ മേക്കതിൽ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ നമ്മൾ ഇതുപോലെ വള്ളത്തിലാണ് പോയി വരുന്നത്. അതുപോലെയാണ് ഇവിടെയും. ഇത് ഗവൺമെൻറ് നടത്തുന്ന സർവീസാണ് കേട്ടോ. ഈ വള്ളം സർവീസ് ഗവൺമെൻറ് നടത്തുന്നതാണ്. നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്നാലും വല്ലതും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ 3.5 കിലോമീറ്റർ നീളുന്ന കയാക്കിംഗ് എക്സ്പീരിയൻസ് നമ്മളിവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് കൊണ്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടതുകൊണ്ടും നിങ്ങൾക്ക് എന്തുമാത്രം ഈ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉറപ്പായിട്ട് നേരിട്ട് വന്ന് കണ്ട് തന്നെ ഈ ഒരു റിയൽ ബ്യൂട്ടി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. വേർത്താണ്, അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഈ വഴിയാണ് നമ്മൾ രാവിലെ ഇരുട്ടത്തായിരുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. ഈ വഴിയാണ് നമ്മൾ വന്നത്. ആ 1 മിനിറ്റ് വാക്ക് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ വഴിയാണ്. ചെറിയ റോഡാണ് കേട്ടോ. ഹലോ, അപ്പം നമ്മൾ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. സൂപ്പർബായിരുന്നു, സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നുണ്ടി? കിടു. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കിടുന്നൊന്നും പറയാറില്ല. അത്ര അടിപൊളിയാണെങ്കിലേ പറയാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്, അതായത് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എടുത്തു പറയേണ്ടത് ഇവരുടെ കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ. അപാരം. ലൈക്ക് നമുക്ക് വീണ്ടും വരാൻ തോന്നും. ഉറപ്പായിട്ടും ഞങ്ങൾ ഇനി ഫാമിലിയും ഫ്രണ്ട്സും ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. നമുക്ക് അച്ഛനും അമ്മ എല്ലാവരും കൊണ്ട് വരാൻ പറ്റും. എല്ലാവരും മാനേജ് ചെയ്തോളാന്നാണ് പറയണേ. സൂപ്പർബായിരുന്നു. ഒരാൾക്ക് 600 ആണ് പെർ ഹെഡ് അല്ലേ. ഞങ്ങൾക്ക് 1200. റേറ്റൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും ലൈക്ക് വർത്താണ് അല്ലേ. അടിപൊളിയാണ്. ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ഈ തുഴഞ്ഞു വരിക എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു എക്സസൈസ് ആണ്, അടിപൊളി എക്സസൈസ് ആണ്. നിങ്ങൾ സ്ഥിരം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ബട്ട് വൺസ് ഇൻ എ ബ്ലൂ മൂൺ നിങ്ങൾ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ എനിവേസ് നമ്മൾ ബുദ്ധിമുട്ടുന്നതിന് ഹാർഡ് വർക്ക് പേസ് എന്ന് പറയത്തില്ലേ, അങ്ങനെയാണ് സംഭവം. അടിപൊളിയാണ്.
ആക്ച്വലി നമ്മൾ 3.5 കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ ചുറ്റി വരുന്നത്. ഒരു 2.5-3 മണിക്കൂർ എടുക്കും. ഞങ്ങൾ 6 o'clock സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം എത്രയായി ടൈം? ഇപ്പം 9:30 എന്തോ ആയി. കിട്ടു വൈബാണ് കേട്ടോ, അടിപൊളി. സൺറൈസ് കാണാൻ പറ്റും, സൺസെറ്റ് കാണാൻ പറ്റും. ആക്ച്വലി രാവിലെയും വൈകിട്ടും 2 ഡിഫറെൻറ്റ് വൈബാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ ഇനി വൈകിട്ട് വരണം. രാവിലെ അടിപൊളിയായിരുന്നു. ഉച്ച സമയത്ത് നമ്മൾ പോവാതിരിക്കാം, നല്ല വെയിലാണ്. അപ്പോൾ ഉച്ച സമയത്ത് മാക്സിമം നമ്മൾ പോവാണ്ടിരിക്കാം. പിന്നെ നിങ്ങൾക്ക് അതൊക്കെ പ്രശ്നം അല്ലെങ്കിലോ നിങ്ങൾക്ക് പോവാട്ടോ. പിന്നെ എന്താണ്, അടിപൊളി, പറയാതിരിക്കാൻ വയ്യ. ഇവിടെ നല്ല വ്യൂ ആണ്. ആക്ച്വലി മൺറോത്തുരുത്തിനെക്കാട്ടിയും ശരിക്കും വ്യൂ ഉണ്ട് ഇവിടെ. കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട് ഇവിടെ. ഇവര് നമ്മളെ ഒരു റൂട്ടിലൂടെ കൊണ്ടുപോകും. നമ്മൾ പോകുന്ന വഴി ആയിരിക്കില്ല തിരിച്ചു വരണേ. നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് തുഴയാൻ പാടാന്നുണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞാൽ അവർ നമ്മളെ ഷോർട്ട് കട്ട് വഴി കൊണ്ടുവരും. ഈവൻ ഇഫ് യു ആർ റെഡി ടു ലൈക്ക് എക്സ്പ്ലോർ, അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ തുഴയാനൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ നല്ലോണം ചുറ്റി കാണിക്കും കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് വാട്ടറൊക്കെ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ റെസ്റ്റ് എടുക്കണമെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് തുഴയാൻ ഇഷ്ടമില്ല, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അവരുടെ ബോട്ടിൽ കൊണ്ടുപോകും നമ്മളെ. ഇപ്പം ഡബിൾ കയാക്കും ഉണ്ട്. കയാക്ക് മീൻസ് ആ ബോട്ട്, കയാക്കിങ് ചെയ്യുന്ന ബോട്ടിനെ നമ്മൾ കയാക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 2 പേർക്ക് ഇരിക്കാവുന്ന കയാക്കും ഉണ്ട്. 3 പേർക്ക്, അതായത് ഇൻക്ലൂഡിങ് എ ചൈൽഡ് കൂടെ, 5 വയസ്സിന് മുകളിലുള്ള ചൈൽഡിനാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ 3 പേർക്ക് ഇരിക്കാവുന്ന ബോട്ടുണ്ട്. അത് സീറ്റ് അവർ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ സിംഗിൾ ഓക്കുപ്പൻസി ഉള്ള ഒരു ബോട്ടുണ്ട്, അല്ലെ കയാക്കുണ്ട്. എന്തുകൊണ്ടും അടിപൊളിയാണ്. നിങ്ങൾക്ക് സിറ്റി ലൈഫിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ആൻഡ് ഇഫ് യു ആർ ഫോറിനർ ഓൾസോ, ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ശരത്തും സാഗറും, ഇത് 2 ബ്രദേഴ്സ് ആണ് നടത്തുന്നത്. ഒരാൾ സർട്ടിഫൈഡ് ആണ്. അപ്പം നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഇവർ എന്തായാലും കൂടെ തന്നെ കാണും. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവരോട് പറയാം. നല്ല ഗൈഡൻസ് ആണ് കേട്ടോ. 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ നമ്മുടെ MLA ജംഗ്ഷനിലാണ് അവരുടെ ഓഫീസ്. കഴിഞ്ഞ ഓഫീസ് കഴിഞ്ഞു. നമുക്ക് ഇൻഡിക്കേറ്റർ ഇടണം കേട്ടോ, തിരിക്കണം. സോ പരവൂരുള്ളവർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ എന്നാലും ഞാനിവിടെ അടുത്തായിരുന്നിട്ട് പോലും ഞാൻ ഇപ്പോഴാണ് ഈ സ്ഥലത്തിനെ പറ്റി അറിഞ്ഞത്. ആയിരിക്കും. ഓക്കെ, എനിവേസ് അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പർ. നിങ്ങൾക്ക് ഇതിന്റെ ഗൂഗിളിൽ ഇവരുടെ ഞാൻ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ നോർമലി ഒരു സംഭവം നമ്മൾ ഇപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുവാണെങ്കിൽ കൂടി നമ്മൾ 1 or 2 ലൈനിൽ ഒതുക്കും. ഈവൻ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞാലും എനിക്ക് ലൈക്ക് റിവ്യൂ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഞാനൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാതെ എനിക്ക് റിവ്യൂ ചെയ്യാൻ തീരെ ബുദ്ധിമുട്ടാണ്. അവരുടെ റിവ്യൂ നിങ്ങൾ വായിച്ചാലറിയാം. എഫേർട്ട് എടുത്തിട്ട് കുറെ ടൈം എടുത്ത് നന്നായിട്ട് റിവ്യൂ എഴുതിയിരിക്കുന്ന കുറെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരാൾ എന്തായാലും വെറുതെ ഒന്നും ഇത്ര എഫേർട്ട് എടുത്ത് സമയം കളഞ്ഞ് ഇങ്ങനെ റിവ്യൂ ഒന്നും എഴുതില്ല. ആ റിവ്യൂ വായിക്കുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. ഒന്നും പറയാനില്ല. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്, എനിക്ക് സെൽഫി സ്റ്റിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് നല്ലോണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബട്ട് സൂൺ ഞങ്ങൾ എന്തായാലും ഇനി ഇവിടെ പോകുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകും. അപ്പൊ വേറെ വൈബായിരിക്കും. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും വീഡിയോസ് ഒക്കെ എടുക്കുന്നതായിരിക്കും. ആൻഡ് ഇവർ നമുക്ക് GoPro പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ലൈക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനല്ല, നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട്. ഫോട്ടോസും വീഡിയോസും നമുക്ക് 360 എടുക്കാൻ പറ്റും. അവർ നമുക്കൊരു വ്യൂ പോയിന്റ് ഒക്കെ പറഞ്ഞുതരും. അവിടെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും കേട്ടോ. അവിടെ ആഴം കുറവാണ്. നമ്മുടെ മുട്ടിന് താഴെ നിൽക്കുള്ളൂ വെള്ളം. അടിപൊളിയാണ് അവിടെ. അപ്പൊ നമുക്ക് അവിടെ ഇറങ്ങി പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റും. സൺറൈസ് കാണാൻ പറ്റും അവിടെ നിന്നിട്ട്. സത്യം പറഞ്ഞാൽ അവിടെ ഫുൾ മാംഗ്രൂവ് ആണ് കേട്ടോ. മാംഗ്രൂവ് ഫോറസ്റ്റ് ഏരിയ ആണത്. നല്ല രസമാണ് കാണാനൊക്കെ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വളരുന്നുണ്ടല്ലോ എന്നാണ്. അതായത് നമ്മളാരും അതിന് വളമൊന്നും കൊടുക്കുന്നില്ല. വളം വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് അതിനു. ലൈക്ക് നമ്മൾ കട്ട് ചെയ്തൊന്നും വിടുന്നില്ല ഷേപ്പിനൊന്നും. പക്ഷെ അതൊക്കെ അടിപൊളി ഷേപ്പിനാണ് കേട്ടോ നിൽക്കണേ. നിങ്ങൾ വീഡിയോ കണ്ടു കാണുമ്പോൾ മനസ്സിലായി കാണും. ഇത് ഇത്രയും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഡബിൾ ബോട്ടിലാണ് പോയത്, അല്ലേ, ഡബിൾ കയാക്കിലാണ് പോയത്. അപ്പം നമ്മൾ വെയിറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് തുഴയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സിംഗിൾ കയാക്കാണെങ്കിൽ ഈസിയാണ് തുഴയാനായിട്ട്. നമുക്ക് ഡയറക്ഷൻ ഒക്കെ കൊടുക്കാൻ ഈസിയാണ്. പക്ഷേ ഒരാളും കൂടി ഇരിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു.
സോ അങ്ങോട്ട് പോയപ്പോൾ ഹസ്ബൻഡ് ഞാൻ ഒരുമിച്ചാ പോയേ. ഹസ്ബൻഡ് തുഴഞ്ഞു, എനിക്ക് വീഡിയോ എടുക്കണോണ്ട് ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു, ഞാൻ തുഴഞ്ഞില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എനിക്ക് എന്തായാലും തുഴയണം. സോറി, ഗട്ടറിൽ വീണു, അങ്ങനെ കുളിക്കും. ഓക്കെ, തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരനാണ് എൻ്റെ ബോട്ട് തുഴഞ്ഞത്. ആൻഡ് ഹസ്ബൻഡ് സിംഗിൾ കയാക്കിലാണ് വന്നത്. അത് അടിപൊളിയായിരുന്നു അല്ലേ? സിംഗിൾ കിടുവായിരുന്നു സിംഗിൾ. അത് വെയിറ്റ് ഇല്ലല്ലോ, നമ്മൾ ആരെയും ലോഡ് ചെയ്യുന്നില്ലല്ലോ. സോ അത് നമ്മുടെ വെയിറ്റ് മാത്രമേ ഉള്ളൂ, നമുക്കൊന്ന് ഈസി ആയിട്ട് തുഴഞ്ഞു പോവാം. പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കാം കേട്ടോ, നമ്മൾ എവിടെ വേണമെങ്കിലും റെസ്റ്റ് എടുക്കാം. നമ്മൾ തുഴഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ അവരെവിടെ വേണമെങ്കിലും നമ്മൾ ആക്കി തരാം. അവർക്ക് അറിയാം എവിടെയാണ് ആഴമുള്ള സ്ഥലം, എവിടെയാണ് ബെസ്റ്റ് പ്ലേസ് ടു ടേക്ക് റെസ്റ്റ്, അങ്ങനെയൊക്കെ. സോ നിങ്ങൾ എന്തായാലും വരിക. ലൈക്ക് നമുക്കൊരു വേറൊരു വൈബാണ്. നമ്മളിപ്പം ബിസി സ്കെഡ്യൂളിലൊക്കെ നിന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വരുമ്പോൾ വേറൊരു വൈബാണ്. നിങ്ങൾ അതെല്ലാം മറക്കും. ഫുൾ ഒരു നേച്ചർ എൻജോയ് ചെയ്യാന്നുള്ളൊരു വൈബിലായിരിക്കും. ഓക്കെ, സോ ഞാൻ വെറുതെ പറയുമല്ല, എനിക്കാരും പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതുമല്ല. അടിപൊളിയാണ്, അടിപൊളി. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നിങ്ങൾക്ക് വരാം, സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി. നിങ്ങൾക്ക് ഇവിടെ ടൈം ലിമിറ്റ് ഒന്നുമില്ല കേട്ടോ, എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. അവർ പറഞ്ഞ് എത്ര നേരം വേണമെങ്കിലും കൊണ്ടുപോകാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ നോർമലി നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലേ, നമ്മൾ ക്ഷീണിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കാതാണ് അവരും വരുന്നത്, നമ്മളും വരുന്നത്. കസ്റ്റമർ സർവീസ് പറയാതിരിക്കാൻ പറ്റില്ല. 2 പേരും ഒന്നിനൊന്ന് വെച്ചാണ്. 2 പേരും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്തുതരും. ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവർ. നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ. അവര് വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ, അവിടെ ഇടയ്ക്ക് ഈ ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ കൂടാറൊക്കെ ഉണ്ട്. അപ്പോൾ അവര് ബോട്ടിൽസ് ഒക്കെ അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. ബോട്ടിൽസും പ്ലാസ്റ്റിക് കവറും അങ്ങനെ ഇങ്ങനെ. ആക്ച്വലി നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സ്ഥലം നമ്മളായിട്ട് വൃത്തിയേടാക്കാൻ പാടില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമല്ലേ. ഇതൊക്കെ കിട്ടാൻ പാടാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. ഫോറിനേഴ്സ് ഒക്കെ കണ്ടില്ല എന്തുകൊണ്ടാണ് അവരിവിടെ വരുന്നത്? ഇത്രയും ഒരു ബ്യൂട്ടി ഒരിടത്തും നമുക്ക് കിട്ടില്ല. നമ്മുടെ കേരളത്തിന്റെ ഒരു തനിമ വേറെയാണ്. എനിക്കപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ ആഴ്ചയിൽ ഇറങ്ങും. എന്നിട്ട് ഈ റൂട്ടിലുള്ള ബോട്ടിൽസ്, പ്ലാസ്റ്റിക് കവേഴ്സ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, ചെരുപ്പുകളുടെ ഇവരെ ഓരോ ആഴ്ച വന്നിട്ട് ബോട്ടിൽ പറക്കിയിട്ട് കൊണ്ടുപോയി ഇവര് റീസൈക്ലിംഗ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ കിട്ടില്ലൻ ട്രാവൽ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ തുടക്കത്തിന്റെ ചെറിയ ഫ്ലോസ് ഒക്കെ എനിക്ക് ഉണ്ട്, ഐ നോ. ഞാൻ അതൊക്കെ അടുത്തടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. നിങ്ങളുടെ സപ്പോർട്ടും സജഷൻസും പറയുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ ഇടുക. ഓക്കെ, ഉണ്ണി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.